ഇല്ലെന്നെങ്കിൽ ശരിക്കും ഞാൻ എത്തൂലായിരുന്നു. ഒരു ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണമല്ലോ, നമ്മൾ എത്ര പഠിച്ചാലും ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണം. ഞാൻ ലൈബ്രറിയിൽ നിന്ന് നോക്കി എഴുതിയെടുത്തതിനേക്കാളും സാറ് പോയിന്റ്സ് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആ ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന ടെക്സ്റ്റ് അങ്ങ് നിർത്തി. ഞാൻ സഹകാരിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സ് അതുപോലെ ഒന്നും വിടാതെ പഠിച്ചാൽ തന്നെ ഏകദേശം കവറാവും. ഫുഡ് സേഫ്റ്റി ഓഫീസർ സക്സസ് സ്റ്റോറി സീരീസ് സഹകാരി റേസ് പ്ലസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അഖില എസ് നായരാണ്. അപ്പോൾ അഖിലയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫസ്റ്റ് അഡ്വൈസ് അല്ലെങ്കിൽ അടുത്ത അഡ്വൈസിലേക്ക് ഉറപ്പിക്കുന്ന ഒരു മികച്ച റാങ്കിലേക്ക് വന്നൊരു വ്യക്തിയാണ്. 28ാം റാങ്കാണ് അഖിലയുടെ റാങ്ക്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ വളരെ പറയാൻ പാടില്ലാത്തതാണ്, എന്നാലും പറയേണ്ടി വരുന്നു ചില സമയങ്ങളിൽ. റിസൾട്ടിനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയുടെ ഫോട്ടോ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക എന്നതിലേക്ക് മാത്രമായി മാറിയിട്ടുണ്ട് റിസൾട്ട് പബ്ലിക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ കുട്ടികളുടെ സ്റ്റോറി ഇത് കഷ്ടപ്പെട്ടെടുത്ത് നിങ്ങളെ കാണിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് മോട്ടിവേഷൻ തരാനോ അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ പല സ്ഥലങ്ങളിൽ വീട് പോകുമ്പോൾ നിങ്ങളെ കൈപിടിച്ച് ഉയർത്താനൊക്കെ ഒരു പക്ഷേ അവർ തരുന്ന ഓരോ ഹിൻഡ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് അഖിലയുടെ പഠന വിശേഷങ്ങളിലേക്ക്. അപ്പോൾ ഡോക്ടർ അഖില അല്ലേ? ഓക്കെ, മോള് BDS ആണല്ലേ? ഡെന്റിസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് FSO പഠിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് നിർത്തി. ഓക്കെ, അപ്പോൾ അതൊരു പറഞ്ഞ കണക്ക് വലിയൊരു വഴിത്തിരിവാണ്. അപ്പോൾ പ്രാക്ടീസ് എത്ര വർഷം പ്രാക്ടീസ് ചെയ്തു? ഞാൻ 1 വർഷത്തോളം പോയിരുന്നു. എന്നിട്ട് പിന്നെ PG എൻട്രൻസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ BDSകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ആദ്യത്തെ ഒരു എക്സാം ആയിരുന്നു അത്. അപ്പോൾ അതിൽ മത്സരിച്ച് സ്റ്റേറ്റ് വഴി 28 റാങ്കിലേക്ക് വരാമെന്ന് പറയുമ്പോഴത്തേക്ക് ഔട്ട്സ്റ്റാൻഡിങ് എഫോർട്ട്. അപ്പോൾ മോൾ എങ്ങനെ സഹകാരിയിലേക്ക് വരുന്നത്? സാർ, എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് വരുന്നത്. അപ്പം ആ ചേച്ചിയടുത്ത് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും സഹകാരിയിലാണ് ജോയിൻ ചെയ്തത്. അന്ന് അപ്പോൾ ഏറ്റവും നല്ല ക്ലാസ് സഹകാരിയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സാറിനെ കോൺടാക്ട് ചെയ്ത് വെബിനാർ അറ്റൻഡ് ചെയ്ത്. ഇപ്പോൾ സാർ അതിൽ സ്ട്രിക്റ്റ് ഒരു റൂളൊക്കെ പറഞ്ഞു, എല്ലാവരും എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യണം. അതൊക്കെ കേട്ടപ്പോൾ തന്നെ ഞാൻ കുറച്ച് ഉഴപ്പുള്ള ടീമായതുകൊണ്ട് അപ്പോൾ അതെനിക്ക് നല്ലതാണെന്ന് തോന്നി. അപ്പോൾ ഇത്രയും ഒരു ഔട്ട്സ്റ്റാൻഡിങ് വിജയത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അണിയറയിൽ പ്രവർത്തിച്ച ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അവരുടെ എഫേർട്ട് ആരൊക്കെയാണ് നമ്മുടെ അണിയറയിൽ? അത് മാത്രം നമ്മളെ മോട്ടിവേറ്റ് ചെയ്തത്, കൂടെ നിന്നത്, നമ്മൾ വീണപ്പോൾ കൈയ്യോട് ചേർത്തിയ ആൾക്കാർ, അതുപോലെ നമുക്ക് വേണ്ടി സഹിച്ച ആൾക്കാർ. അപ്പോൾ അവരെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ബാക്കിലെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. മെയിനായിട്ട് എൻ്റെ അച്ഛനും അമ്മയും. ഇപ്പം എൻ്റെ മോൻ ചെറുതാണ്, 1 വയസ്സായപ്പോഴാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഞാൻ പഠിച്ചു തുടങ്ങും. അപ്പം കുഞ്ഞാകുമ്പോഴത്തേക്കും അവ ഓടിക്കളിക്കുന്ന പ്രായമായിരുന്നു. അപ്പം അച്ഛനും അമ്മയാണ് നോക്കുന്നത്. പിന്നെ ഹസ്ബൻഡ് അമ്മ ആയാലും ഞാൻ സ്വന്തം വീട്ടിൽ നിന്ന് പഠിക്കണമെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് വേണമല്ലോ. പിന്നെ ഹസ്ബൻഡ് ആയാലും സഹകാരിയുടെ നോട്ട്സ് എല്ലാം പ്രിന്റ് ചെയ്ത്, എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അതെല്ലാം പ്രിന്റ് ചെയ്ത് അപ്പോൾ പോലെ നോട്ട്സ് അപ്പം തന്നെ പ്രിന്റ് ചെയ്ത് തരും. പിന്നെ ഹസ്ബൻഡ് അനിയനായാലും ഞാൻ പറഞ്ഞില്ല, ലൈബ്രറിയിൽ നിന്ന് എനിക്ക് ടെക്സ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് തരാനും ഫുൾ സപ്പോർട്ടായിരുന്നു എല്ലാത്തിനും. അപ്പം ഇത് റിസൾട്ട് അറിഞ്ഞപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരുടെയും കൂടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് എൻ്റെ റാങ്ക്. നമുക്ക് ഈ വിജയം ആർക്കാണ് സമർപ്പിക്കുന്നത്? ഒപ്പം തന്നെ സഹകാരി മെയിനായിട്ടുള്ള റോളുണ്ട്. സഹകാരി ഇല്ലെന്നെങ്കിൽ ശരിക്കും ഞാൻ എത്തൂലായിരുന്നു. ഒരു ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണമല്ലോ, നമ്മൾ എത്ര പഠിച്ചാലും ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണം. അത് സഹകാരി ടീമാണ്. അപ്പോൾ ഞാൻ ഉഴപ്പിലേക്ക് വരാം. പൊതുവെ നമ്മുടെ സ്റ്റുഡൻസിനെല്ലാം ഉള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ. നമ്മൾ ഇച്ചിരി കാര്യം നമുക്ക് പൊതുവെ ബ്രെയിനിനെ സംബന്ധിച്ച് ടയറിങ് പ്രോസസ്സാണ് പഠിത്തം എന്ന് പറയുമ്പോഴത്തേക്കും. ബ്രെയിൻ അതിന് എളുപ്പമുള്ള വഴികൾ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോകും. അത് നോർമലായിട്ടുള്ള അഡാപ്റ്റേഷൻ കൂടിയാണ് നമ്മുടെ മനുഷ്യൻ്റെ. അപ്പോൾ അതിന് നിൻ്റെ ഒരു ആസ്പെക്റ്റിൽ ഒന്ന് വിലയിരുത്തിയാൽ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാൻ പറ്റിയത്? സാർ, അതിൽ ടെസ്റ്റ് സീരീസ് സാർ ഒരു ടൈം ഷെഡ്യൂൾ വെച്ചിരുന്നു. 24 hours അകത്ത് എഴുതണം, പിന്നെ ചെയ്യാൻ പറ്റൂല എന്ന്. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഞാൻ വിചാരിച്ചത് വെറുതെ ആയിരിക്കും, അങ്ങനെ കാണൂല. പിന്നെ മനസ്സിലായത് 24 hours പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ അത് കറക്റ്റായിട്ട് എഴുതാൻ തുടങ്ങി. ക്ലാസ് കണ്ട് ഉടനെ അത് ചെയ്യാൻ തുടങ്ങി. പിന്നെ വീക്ക്ലി ടെസ്റ്റ് ആയാലും അതുപോലെ തന്നെ. അതൊരു വലിയൊരു ലീപ്പ് ഫോർവേഡാണ് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും. നമുക്ക് ഡെഡ് ലൈൻസ് ഉണ്ടെങ്കിലേ പൊതുവെ ചില ആൾക്കാർ വർക്ക് ചെയ്യുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ നമ്മളവിടെ കൂട്ടിയിട്ടേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സിൽ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ 48 മണിക്കൂറുണ്ട് കേട്ടോ. ഇപ്പോൾ തിങ്കൾ രാവിലെ ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരീക്ഷ ചൊവ്വാഴ്ച രാത്രി കഴിഞ്ഞാൽ തരില്ല.
അതിനുള്ളിൽ എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, മടി പിടിക്കാതെ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ്സിലുള്ള ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്നോ? എല്ലാ ദിവസവും വർക്ക് ചെയ്യും. വെരി ഗുഡ്. പരീക്ഷ ഏതെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടോ? മിസ്സായത് ലാസ്റ്റ് ഇപ്പോൾ 1-2 മിസ് ചെയ്തെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഏകദേശം എല്ലാം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, വീക്കിലി എക്സാം ഒക്കെ എത്ര റാങ്കിലൊക്കെ വരുമായിരുന്നു? ആദ്യമൊക്കെ ഞാൻ ബാക്കിലായിരുന്നു, പിന്നെ പതിയെയാണ് ഫ്രണ്ടിലോട്ട് വരാൻ തുടങ്ങിയത്. ഒന്നാം റാങ്ക് ഫസ്റ്റ് റാങ്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടില്ല. കാരണം ഒരു ലോട്ട് ഓഫ് ടാലൻസ് ആണ് നമ്മുടെ ഈ FSO ബാച്ചിൽ ഉണ്ടായിരുന്നത്. കാര്യം ആദ്യത്തെ 10ൽ 9 റാങ്കുകൾ കരസ്ഥമാക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും ടാലന്റഡ് ഗ്രൂപ്പാണ് ഇരുന്നു FSO ബാച്ചിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ മെന്റർഷിപ്പ് നമ്മുടെ മിഥുൻ സാറിന്റെ സാറ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറ് ഇപ്പം അപ്പോൾ പറഞ്ഞുതരാൻ പറ്റില്ലെങ്കിൽ സാർ റെഫർ ചെയ്ത് ഉടനെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഭയങ്കര ഒരു സൈലന്റ് പേഴ്സൺ ആണ്, എന്നാൽ കൂടിയും നല്ല സഹജീവികളോട് അത്രയും ഒരു കെയറിങ് ഉള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ഈ FSO റിസൾട്ടിൽ അദ്ദേഹത്തിന് വലിയൊരു ഹാൻഡ് അറിയിക്കുന്നു. പിന്നെ നമ്മുടെ റിസർച്ച് ടീം, കാര്യം എന്ത് പഠിപ്പിക്കണം തീരുമാനിക്കുന്നത് റിസർച്ച് ടീമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇനി നമുക്ക് സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ വരാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത ഫുഡ് സേഫ്റ്റി ഓഫീസറിന് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് BDSകാർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് എക്സാംസ്, അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് എക്സാംസ് വരാൻ പോവാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് മെസ്സേജാണ് നമുക്ക് കൊടുക്കാനുള്ളത്? സഹകാരിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സ് അതുപോലെ ഒന്നും വിടാതെ പഠിച്ചാൽ തന്നെ ഏകദേശം കവറാവും. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒന്നും നോക്കേണ്ടി വരില്ല. ഞാൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ലൈബ്രറിയിൽ നിന്ന് ടെക്സ്റ്റ് എടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡ് അനിയൻ എനിക്ക് എടുത്തു തരുന്നു, ടെക്സ്റ്റ് സുകുമാറിൻ്റെയൊക്കെ എടുത്തു തരായിരുന്നു. അപ്പോൾ അത് വെച്ച് റെഫർ ചെയ്താണ് ഞാൻ പഠിച്ചു വന്നത്. പിന്നെ സഹകാരിയുടെ സാറ് ഡയറി ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും അതിൽ ഒരു പോയിന്റ് പോലും അതിൽ നിന്ന് ഇടുന്നില്ല. ഞാൻ ലൈബ്രറിയിൽ നിന്ന് നോക്കി എഴുതിയെടുത്തതിനേക്കാളും സാറ് പോയിന്റ്സ് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആ ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന ടെക്സ്റ്റ് ഞാൻ നിർത്തി. പിന്നെ സാറിന് തരുന്ന നോട്ട്സ് മാത്രമേ നോക്കാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ സഹകാരിയിൽ നിന്ന് എന്ത് തന്നാലും അത് ഫുള്ളായിട്ട് പഠിക്കുക, അത്രയാണ്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമ്മൾ വിജയാശംസ നേരുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ജയിക്കുക.